الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين. സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ സകല മേഖലകളിലും കാത്തു സൂക്ഷിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളിൽ ഓരോരുത്തരോടും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ അതിന്റെ മെറിറ്റോട് കൂടി തന്നെ സമ്മതിക്കും. പക്ഷേ പലപ്പോഴും അതിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കാൻ തയ്യാറാവാറില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, 100,000-ലധികം പ്രവാചകന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർച്ചയായി അയക്കേണ്ടി വന്നത് ഓരോ ജനതയും തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചത് കൊണ്ടാണ് എന്നത് നമ്മൾ എല്ലാവരും സമ്മതിക്കും. എന്നാൽ ഇതേപോലെ നമ്മൾ ഉൾക്കൊള്ളുന്ന ഈ മുസ്ലിം സമുദായം തൗഹീദിൽ പിഴക്കാൻ സാധ്യതയുണ്ടെന്നും ആ വിഷയത്തിൽ വലിയ ജാഗ്രത കാണിക്കണമെന്നും പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും തയ്യാറാവാറില്ല. യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ ഈ ഉമ്മത്തിൽ ശിർക്കും ബഹുദൈവാരാധനയും വരില്ല എന്ന് വല്ല ഗ്യാരണ്ടിയും തന്നിട്ടുണ്ടോ? ഇല്ല. എന്റെ സമുദായം ഷിർക്കിൽ നിന്നും ബഹുദൈവ വിശ്വാസങ്ങളിൽ നിന്നും സുരക്ഷിതമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് അതിന് നേരെ എതിരാണ് പ്രവാചകന്റെ അധ്യാപനങ്ങൾ. വിശുദ്ധ ഖുർആൻ ആ വിഷയത്തെ കുറിച്ച്, ഷിർക്കിനെ കുറിച്ച് ഈ ഒരു പ്രവാചകന്റെ അനുചരന്മാര്
ആ സഹാബത്തിന് ശേഷം വരുന്ന തലമുറക്കാര് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ അള്ളാഹു പറഞ്ഞത് ഇങ്ങനെയാണ്: അവരിൽ അധികം ആളുകളും അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല. ഇല്ല വഹും മുശ്രികൂൻ, അവർ ശിർക്ക് വെച്ച് പുലർത്തിക്കൊണ്ടല്ലാതെ. അള്ളാഹുവിൽ വിശ്വാസമുള്ള മഹാഭൂരിപക്ഷം വരുന്ന ഒരു ജനവിഭാഗത്തെ കുറിച്ച് റഹ്മാനായ റബ്ബ് വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത് എന്താ? അവർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ അവർ ശിർക്ക് അവരുടെ ജീവിതത്തിൽ വരുന്നുണ്ട് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നുകൂടി ഗൗരവത്തിലാണ് ഈ വിഷയത്തെ നമ്മളോട് പഠിപ്പിച്ചത്. വിഗ്രഹാരാധന വരുന്ന ഒരു സമുദായമായി എന്റെ ഉമ്മത്ത് മാറും എന്നാണ്. ലാ തഖൂമു സ്സാഅ, ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. ഹത്താ തൽഹഖ ഖബാഇല മിൻ ഉമ്മത്തി ബിൽ മുശ്രിക്കീൻ, എന്റെ ഉമ്മത്തിൽ നിന്ന് ഒരു വിഭാഗം മുശ്രിക്കീങ്ങളോട് സമപ്പെടാതെ. ആ സമപ്പെടുന്ന വിഷയത്തിന്റെ ഗൗരവം റസൂലുള്ളാഹി പറഞ്ഞു: വഹത്താ തഅബുദ ഖബാഇല മിൻ ഉമ്മത്തി ഔസാൻ, എന്റെ ഉമ്മത്ത് അതിൽ നിന്നൊരു വിഭാഗം വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന്, അവിടേക്ക് എത്തുമെന്ന്. അതുകൊണ്ട് സൂക്ഷിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് ചെയ്തത്. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണുവാൻ പറ്റും അതിന്റെ ഗോപ്യത, അതിന്റെ രഹസ്യ സ്വഭാവം. റസൂലുള്ളാഹി പറയുന്നത്, ഉറുമ്പരിച്ചു വരുന്നത് പോലെ പ്രത്യക്ഷമാകാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശിർക്ക് വരും. അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇത്തഖൂ, നിങ്ങൾ സൂക്ഷിക്കണം. ഹാദാ ശിർക്ക്, ശിർക്കിനെ കുറിച്ച് നിങ്ങൾക്ക് വലിയ ഗൗരവം ഉണ്ടാവണം, വലിയ ശ്രദ്ധയുണ്ടാവണം. കാരണം ഫഇന്നഹു അഖ്ഫാ മിൻ ദബീബിൻ നംല, ഒരു എറുമ്പ് അരിച്ചു വരുന്നത് നിങ്ങൾക്ക് എത്ര അനുഭവപ്പെടാതിരിക്കുന്നുവോ, അതിന്റെ സാന്നിധ്യം നിങ്ങൾക്ക് ബോധ്യപ്പെടാതെ നിങ്ങളുടെ ശരീരത്തിലൂടെ നിങ്ങൾ കാണുന്നിടത്തും അല്ലാത്തിടത്തും എറുമ്പ് വരുന്നുവോ, അതുപോലെ അനുഭവമില്ലാത്ത രൂപത്തിൽ എന്നാൽ ശിർക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. വിശ്വാസികളെ, ചരിത്രത്തിൽ ശിർക്ക് വന്നത് പെട്ടെന്നല്ല, കാലക്രമേണയാണ് എന്നും ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, ചരിത്രത്തിലെ ആദ്യത്തെ ശിർക്ക് നൂഹ് നബി അലൈഹിസ്സലാമയുടെ ജനതയിലാണ് സംഭവിച്ചത്. നൂഹ് നബി അലൈഹിസ്സലാമയുടെ കാലത്തിന് ശേഷം 10 തലമുറക്ക് ശേഷമാണ് യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ ശിർക്ക് കടന്നു വന്നത്. എങ്ങനെയാണ് ശിർക്ക് വന്നത്? അന്ന് അവർക്കിടയിലെ ഏറ്റവും നല്ല തഖ്വയുണ്ടായിരുന്ന, അവർക്കിടയിൽ ഏറ്റവും നല്ല സേവനങ്ങൾ ചെയ്തിരുന്ന, ബഹുമാന്യരും ആദരണീയരുമായിരുന്ന ആളുകളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വദ്, സുവാ, യഹൂസ്, യഊഖ്, നസ്ർ, ഇവരെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ആ ജനത, ആ ജനങ്ങളോട് പറഞ്ഞത്, ഇവർ ഇരുന്ന സ്ഥലം, അവർ ഇരുന്നിടത്ത് അവരുടെ രൂപമുണ്ടാക്കി വെച്ചാൽ നമുക്ക് അവരുടെ നല്ല കാലം ഓർമ്മ വരും, അവർ ചെയ്ത സേവനങ്ങൾ ഓർമ്മ വരും, അവരുടെ തഖ്വയുള്ള ജീവിതത്തെ കുറിച്ച് ഓർമ്മ വരും. അങ്ങനെ അവരിലേക്ക് നോക്കി അല്ലാഹുവിനെ കൂടുതൽ ഈമാനോടുകൂടി ആരാധിക്കാൻ നമുക്ക് പറ്റുമെന്നാണ് അവരിൽ ആദ്യകാലക്കാർ ബിംബമുണ്ടാക്കിയപ്പോൾ, രൂപമുണ്ടാക്കിയപ്പോൾ പറഞ്ഞത്. ജനങ്ങൾ അങ്ങനെയാണ് അതിനെ സ്വീകരിച്ചത്. കാലം കടന്നുപോയി, അടുത്ത തലമുറ വന്നു. ആ അടുത്ത തലമുറ വന്നപ്പോൾ ഈ രൂപങ്ങളെ നേരിട്ട് ആരാധിക്കുന്നിടത്തേക്ക് എത്തി. അവരിലേക്ക് പ്രവാചകന്മാർ വന്നു, അവരെ എടുത്തു മാറ്റാൻ വേണ്ടി പറഞ്ഞു. ഉടനെ വിശുദ്ധ ഖുർആൻ ആ ജനതയുടെ പ്രതികരണം പറയുന്നുണ്ട്. വഖാലു ലാ തദറുന്ന ആലിഹതകും, ആ ജനത പറയാണ്, നിങ്ങൾ നിങ്ങളുടെ ആരാധ്യന്മാരെ ഉപേക്ഷിക്കരുത് എന്നാണ്. വലാ തദറുന്ന, നിങ്ങൾ ഉപേക്ഷിക്കാനേ പാടില്ല. വദ്ദൻ വലാ സുആൻ വലാ യഊത വയഊഖ വനസ്ര, ഈ മഹാന്മാരായ ദൈവങ്ങളെ, ഇലാഹുകളെ നിങ്ങൾ ഉപേക്ഷിക്കാൻ പാടില്ല എന്ന് അവരോട് സത്യസന്ധമായി തൗഹീദ് പറഞ്ഞപ്പോ ആ ജനത പ്രതികരിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ പറയാം. അപ്പൊ മെല്ലെ മെല്ലെയാണ് ശിർക്ക് ഒരു മനുഷ്യ ജീവിതത്തിലേക്ക് കടന്നു വരിക. അവരിൽ നിന്ന് അടർത്തി മാറ്റാൻ പറ്റാത്ത വിധം വേരുകൾ അതിനുണ്ടാകും. അതിന്റെ പൂർവികരുടെ, അവൻ ആ ആരാധിക്കപ്പെട്ടിരുന്ന ആരാധ്യ വസ്തുക്കളുടെ ചരിത്രവും പൂർവികരുടെ നടപടിക്രമവും അവനെ വല്ലാതെ സ്വാധീനിക്കും. പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളെക്കാൾ അവന്റെ ജീവിതത്തിൽ അതിന് വേരൂന്നുക തന്നെ ചെയ്യുമെന്നാണ് അല്ലാഹു പറയുന്നത്.
അതുകൊണ്ടാണ് ലക്ഷത്തിൽ പരം പ്രവാചകന്മാർ കടന്നു വന്നത്. ഈ ഒരു ചരിത്രത്തിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട്. കാരണം ആദ്യം ബഹുദൈവ ചെയ്യുകയല്ല മനുഷ്യർ ചെയ്യാൻ, അതിന്റെ അടയാളങ്ങൾ ചില ദുർന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് നിരത്തി സ്വീകരിക്കും മനുഷ്യൻ. അതൊക്കെ തന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കും, അതൊക്കെ തന്റെ കൾച്ചറിന്റെ ഭാഗമാക്കും, അതൊക്കെ തന്റെ സാമൂഹിക ജീവിതത്തിന്റെ ചില അടയാളങ്ങളാക്കി മാറ്റും, ഐഡന്റിറ്റിയാക്കി മാറ്റും. അല്ലെ? എന്നും നോക്കൂ നിങ്ങൾ, എക്കാലത്തും ചില വിവാദങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവാറുണ്ട്. മുസ്ലിം നേതാക്കന്മാരെ കുറിച്ച് അവർ ചിലപ്പോൾ ജനപ്രതിനിധികളാകുമ്പോ നിലവിളക്ക് കത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴുണ്ടായിട്ടുണ്ട്. ഇത് കുറച്ചുകൂടി ആഴത്തിൽ അത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. കാരണം അത് തെറ്റാണ് എന്ന് തന്റെ വിശ്വാസത്തിൽ ശിർക്ക് വരാനുള്ള ഒരു വഴിയാണിതെന്ന് തിരിച്ചറിയാത്ത ഒരു സമുദായമായി മുസ്ലിം ഉമ്മത്ത് മാറുന്നതിന്റെ ഭീകരമായ കാഴ്ചയാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. ചില ന്യായങ്ങൾ ഇങ്ങനെ പറയും. മനുഷ്യരൊക്കെ രണ്ട് തട്ടിലാണ്. ഈ വിവാദം വന്നപ്പോ ഇത്തരം വിഷയങ്ങൾ വരുമ്പോഴാണല്ലോ കാര്യങ്ങൾ കൂടുതൽ വ്യക്തതയോടുകൂടി മനസ്സിലാക്കുക. രണ്ട് തട്ടിലായിപ്പോയി. ഒന്നെന്താ അതിൽ തെറ്റ്? നമ്മളൊരു ബഹുസ്വര സമൂഹത്തിലല്ലേ, നമ്മളൊരു ജനാധിപത്യ രാജ്യത്തല്ലേ എന്നൊക്കെ പറഞ്ഞ് അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു. മറ്റൊരു വിഭാഗം പറയുന്നത് എന്താ? അത് തെറ്റായിപ്പോയി, അത് തിരുത്തേണ്ട വിഷയമാണ്. അത് ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള വിഷയങ്ങളിലാണ് യഥാർത്ഥത്തിൽ ഇത് സംഭവിക്കുന്നത് എന്ന്. എന്താ ന്യായം എന്നറിയോ? ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ ഇത്തരം ആളുകളുടെ മനസ്സിൽ അവർ സമൂഹത്തോട് സോഷ്യൽ മീഡിയകളിലൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്തെന്നറിയോ? മനസ്സിൽ ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് എല്ലാ വിശ്വാസവും പവിത്രതയും ഉള്ളതോടൊപ്പം തന്നെ മനസ്സിൽ ആരാധനയുടെ ഭാവം അത് ഇല്ലാതിരുന്നാൽ മതി എന്ന്. അതൊരു ചടങ്ങാണ്, അതൊരു ചെറിയ കർമ്മമാണ്, അതൊന്നും നമ്മുടെ വിശ്വാസത്തെ ബാധിക്കുന്നതല്ല, ഒരു സൊസൈറ്റിയുടെ സമ്മർദ്ദമാണ് എന്ന്. സഹോദരങ്ങളെ, പഠിക്കാൻ വേണ്ടി പറയാം, ആരെയും കുറ്റപ്പെടുത്താനല്ല. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നോർമലൈസ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ നിർവീര്യമാക്കപ്പെടുന്നത് അതിശക്തമായി നാളെ പരലോകത്തെ മിഫ്താഹുൽ ജന്ന, സ്വർഗത്തിന്റെ താക്കോലാണ് എന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് പറഞ്ഞ ആ ഒരു മഹത്വജനത്തെ നെഞ്ചോട് ചേർക്കാനും ജീവിക്കാനും അവസരം കിട്ടിയിട്ട് നാളെ ഇതിന്റെ മഹാത്മ്യം നഷ്ടപ്പെട്ടു പോകുന്നവരിൽ നമ്മൾ ഉൾപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. എന്താണ് ഇസ്ലാമികമായ കാഴ്ചപ്പാട്? ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താ? വിഗ്രഹാരാധനയെ കുറിച്ച് വിശ്വാസികളെ ശ്രദ്ധിക്കണേ. വിഗ്രഹാരാധനയെ കുറിച്ച് മനസ്സിൽ പോലും വിചാരിക്കാത്ത തന്റെ അനുചരന്മാരോട് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രതികരണം നോക്കൂ നിങ്ങൾ. ഹുനൈൻ യുദ്ധത്തിന് നബിയും സഹാബത്തും മുന്നോട്ട് പോകണം. അവിടെ ആത്മവിശ്വാസം ലഭിക്കേണ്ടുന്ന ഒരു ഉമ്മത്താണ് തന്റെ കൂടെ ഉണ്ടാവേണ്ടത്. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർക്ക് ധൈര്യമാണ് ഉണ്ടാവേണ്ടത്. ആ ഒരു സന്ദർഭത്തിൽ അവരിങ്ങനെ കടന്നു പോകുമ്പോ മക്കയിലെ മുശ്രിക്കുകൾ തങ്ങൾ യുദ്ധത്തിനും ധൈര്യം കിട്ടുവാനും വിജയം കിട്ടുവാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു അത്ഭുത വൃക്ഷമുണ്ട്, ദിവ്യവൃക്ഷമുണ്ട്, അതിന്റെ സമീപത്തിലൂടെ ഇങ്ങനെ കടന്നു പോകാം. ഉടനെ പുതുമുസ്ലിമീങ്ങളായ മുസ്ലിമീങ്ങളിൽ പെട്ട ചില ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാ, റസൂലേ, ഇത് വേണമെന്നല്ല, ഇതുപോലെ പ്രവാചകൻ അംഗീകരിക്കുന്ന, ഞങ്ങൾക്ക് വിശ്വാസം തെറ്റിപ്പോകാത്ത, ഇതുപോലെ തൂക്കാൻ പറ്റുന്ന, ഞങ്ങൾക്ക് ധൈര്യം ലഭിക്കുന്ന, ഞങ്ങൾക്ക് പ്രതീക്ഷ ലഭിക്കുന്ന ഒരു ധാതു അൻവാത്ത് ഞങ്ങൾക്ക് തരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫഖാലു യാ റസൂലല്ലാഹി ഇജ്അൽ ലനാ ധാതു അൻവാത്തിൻ കമാ ലഹു ധാതു അൻവാത്ത്. അവർക്കുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു ധാതു അൻവാത്ത്, ഒരു അത്ഭുത വൃക്ഷം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു അക്ബർ, അല്ലാഹു ഏറ്റവും വലിയവനാണ്. ഇന്നഹാ അസ്സുനനു ഖുൽതും വല്ലദീ നഫ്സി ബിയദിഹി കമാ ഖാലത് ബനൂ ഇസ്രായീൽ മൂസ. നിങ്ങൾ ഈ പറഞ്ഞ വർത്തമാനം പണ്ട് ഇസ്രായേൽ ജനത മൂസാ നബി അലൈഹിസ്സലാമയോട് പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞു, ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ, അവർക്കുള്ളതുപോലെ ഒരു ഇലാഹിനെ മൂസ ഞങ്ങൾക്ക് നിശ്ചയിച്ചു കൊണ്ട എന്ന് മൂസാ നബി അലൈഹിസ്സലാമയോട് ആ ജനത പറഞ്ഞിട്ടുണ്ട്. ഖാല ഇന്നകും ഖൗമുൻ തജ്ഹലൂൻ. മൂസാ നബി പറഞ്ഞെന്തോ, നിങ്ങൾ വിഡ്ഢികളാണ്, വിവരദോഷികളാണ്
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പറഞ്ഞു കൊടുത്തത്. നോക്കൂ നിങ്ങൾ, ആ സമൂഹത്തെ ഏറെ പ്രയോജനപ്പെടേണ്ടുന്ന ഒരു സമയത്ത് പോലും ആ സഹാബത്ത് മുഴുവൻ വിശ്വസിച്ചത് അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല എന്ന തൗഹീദ് മനസ്സിലാക്കി മനസ്സിൽ കലിമ ചൊല്ലി ഉത്തമ ബോധ്യത്തോടു കൂടി പ്രവാചകന്റെ കൂടെ യുദ്ധത്തിനിറങ്ങി പുറപ്പെട്ട ആ ജനത, ആ നാട്ടിലുള്ള ഒരു ആചാരം പോലെ ഒരു ആചാരം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞപ്പോ പ്രവാചകൻ നിഷേധിക്കുക മാത്രമല്ല, നിങ്ങൾ ബനൂ ഇസ്രായേലുകാരെ പോലെ ആയിപ്പോയല്ലോ എന്ന് പ്രവാചകൻ പരിതപിക്കുകയാണ്. വിശ്വാസികളെ, ഇത്ര ഗൗരവമുണ്ട് ഈ വിഷയത്തിൽ. ഒരു മനസ്സുകൊണ്ടുള്ള ഒരു ചാഞ്ചാട്ടം പോലും തൗഹീദിന് വിരുദ്ധമായി കൂടാ. ഇബാദത്ത് അല്ലെങ്കിൽ പോലും സാദൃശ്യം വന്നതിന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കടുത്ത ഭാഷയിൽ വിലക്കിയത് നമുക്ക് കാണുവാൻ പറ്റും. സാദൃശ്യം വരുന്നത് അപ്പൊ കേൾക്കും, ഇതൊക്കെ വലിയ പ്രശ്നമാക്കണോ? ഇങ്ങനത്തെ വിവാദങ്ങളൊക്കെ എന്തിനാ വെറുതെ പറയുന്നത്? ഇവിടെ പുറത്തുള്ളവരോടല്ല ചർച്ച. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ശരിയാവണ്ണം വിശ്വസിക്കുകയും നാളെ പരലോകമുണ്ടെന്ന് വിശ്വസിക്കുകയും വിചാരണ ഉണ്ടെന്ന് വിശ്വസിക്കുകയും മുഅ്മിനീങ്ങളോടാണ് ചർച്ച. ഇവിടെ ഇതൊന്നും മാത്രം പ്രശ്നമാക്കേണ്ടതില്ലെന്ന് പറയുന്നവർ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ കൽപ്പനയെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുക, എങ്ങനെയാണ് മനസ്സിലാക്കുക? റസൂലുള്ളാഹി പറഞ്ഞില്ലേ, മൻ തശബ്ബഹ ബിഖൗമിൻ, നിങ്ങളൊരു സമുദായത്തിന്റെ ഒരു മതവിശ്വാസത്തിന്റെ അതിനോട് ചായ്വുള്ളവരായി അതിനോട് സാദൃശ്യമുള്ളവരായി തീർന്നാൽ ഫഹുവ മിൻഹും, നിങ്ങൾ അക്കൂട്ടരിലായിരിക്കും, മുസ്ലിം ഉമ്മത്തിൽ പെടൂലാണ്. ഈ പേടി കൊണ്ടാ പറയുന്നത്. നമ്മൾ ചെയ്തുകൂടാ. അത് ഇസ്ലാം വിരുദ്ധമായ ഏതെല്ലാം മേഖലയിലുണ്ടോ മുസ്ലിമീങ്ങൾ അല്ലെ ഔത്താനിനെ കുറിച്ച് പറഞ്ഞെടുത്ത് ഇന്ന് ഖബർ കെട്ടിപ്പൊക്കുകയും അതോടൊപ്പം അതിന് നീളം കൂട്ടുകയും അവിടെ ചെന്ന് സുജൂദ് ചെയ്യുകയും ചെയ്യുന്നവർ ആലോചിക്കണം, ഇത് പ്രവാചകൻ ചെയ്തിട്ടുണ്ടോ എന്ന്. അവിടെ കണ്ണീരൊലിപ്പിച്ച് പ്രാർത്ഥിക്കുന്നവർ ആലോചിക്കണം, പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിതകാലത്ത് അവിടെ കടന്നുപോയ മൂന്നാളുകൾ, മഹത്വവൽക്കരിക്കപ്പെട്ട അള്ളാഹു തന്നെ പ്രശംസിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഹാജറ ബീവി, ഇസ്മായിൽ അലൈഹിസ്സലാം, ഇവിടെ ആരോടെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചതായി നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു ചെറിയ ചായ്വ് പോലും ഉണ്ടായാൽ എന്റെ ഉമ്മത്തിൽ നിന്ന് പുറത്തു പോകുമെന്ന് അള്ളാഹ് കൽപ്പിച്ചതാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരാൾ വന്നു. എന്നിട്ട് റസൂലുള്ളാഹിയോട് ചോദിക്കാണ്, റസൂലുള്ളാഹിയോട് പറയാണ് ഒരു കാര്യം കിട്ടാൻ വേണ്ടിട്ട്, മാഷാ അല്ലാഹ് അവശിച്ചു. അദ്ദേഹം സ്നേഹത്തോടു കൂടി പറഞ്ഞതാണ് പ്രവാചകനോട്. അതിനർത്ഥം എന്തായാലും അള്ളാഹും നിങ്ങളും വിചാരിച്ചതുപോലെ കാര്യങ്ങളൊക്കെ അല്ലാഹു റസൂലും വിചാരിച്ച കാര്യം നടക്കും. നമ്മൾ പറയാറില്ലേ, അങ്ങനെ ഒരാൾ പറഞ്ഞപ്പോ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അജഅൽതനി ലില്ലാഹി നിദ്ദ, നീ അല്ലാഹുവിന് ഒരു പങ്കുകാരനെ ഉണ്ടാക്കുകയാണോ? ആ വാക്ക് പോലെ പ്രവാചകൻ തിരുത്തുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ബൽ ഷാ അല്ലാഹു വഹ്ദ, അല്ലാഹു ഉദ്ദേശിച്ചാൽ മാഷാ അല്ലാഹ് എന്ന് മാത്രമേ പറയാവൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണിശമായി ആ സഹാബിയെ തിരുത്താം. അവിടെ അല്ലാഹുവിന്റെ ഷഹാദ കലിമ ചൊല്ലുമ്പോൾ ചേർത്ത് പറഞ്ഞ പേരെന്താ? അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്നിട്ട് പോലും അള്ളാഹുവിന്റെ പ്രവാചകൻ തിരുത്തി അള്ളാഹു ഉദ്ദേശിച്ചത് എന്ന് മാത്രമേ പറയാവൂ എന്ന്. ഒരു സഹാബി വന്നു. ആ സഹാബി വന്നിട്ട് അദ്ദേഹത്തിന്റെ നേർച്ച പൂർത്തിയാക്കണം, തന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു നേർച്ച. അദ്ദേഹം പറഞ്ഞു, ബുവാനത്ത് എന്നൊരു പ്രദേശത്ത് പോയി എന്റെ നേർച്ച പൂർത്തിയാക്കാൻ അള്ളാഹുവിന്റെ റസൂലെ എനിക്ക് അനുവാദം നൽകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് ചോദ്യം ചോദിച്ചു. ഹൽ കാന ഫീഹാ വത്നൻ മിൻ ഔസാനിൽ ജാഹിലിയ, ആ ബുവാനത്ത് എന്ന പ്രദേശത്ത് നീ പ്രത്യേകമായ നേർച്ചക്ക് ഒരു മൃഗത്തെ അറുക്കാൻ തീരുമാനിച്ചപ്പോ അവിടെ കഴിഞ്ഞ കാലഘട്ടത്തിലെ ജാഹിലിയത്തിലെ വല്ല ബിംബങ്ങളും അവിടെ ആ പ്രദേശത്തുണ്ടോ? ഉടനെ ഫഖാല അവർ പറഞ്ഞില്ല, അങ്ങനെയൊന്നുമില്ല റസൂൽ, ഞാൻ സ്ഥലം. ഉടനെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഹൽ കാന ഫീഹാ ഈദുൻ മിൻ അഅയാദ്, അക്കൂട്ടരുടെ പൂർവികരുടെ ആരുടെയെങ്കിലും ഈദ് ഉത്സവങ്ങൾ നടക്കുന്ന സ്ഥലമാണോ അത്? ഫഖാലു, അവർ പറഞ്ഞില്ല റസൂലെ, അങ്ങനെയൊന്നുമില്ല, ഞാൻ ആ സ്ഥലത്ത് പോയി നേർച്ച ഒരു മൃഗത്തെ അറുത്ത് ദാനം ചെയ്യാൻ ഉദ്ദേശിച്ചുള്ളൂ. റസൂലുള്ളാഹി പറഞ്ഞു, ഔഫി ബിനദ്രിക്, എങ്കിൽ അവിടെ പോയി നിന്റെ നേർച്ച
നേർച്ച നീ പൂർത്തിയാക്കിക്കോ എന്ന് റസൂലുള്ളാഹി പറയാം. നോക്കൂ നിങ്ങൾ, അവിടെ എന്തെങ്കിലും ഒരു ശിർക്കിന്റെ സാധ്യത ഒളിഞ്ഞു കിടക്കുന്നുണ്ടോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശോധിക്കുക. ഇക്കാലത്ത് ഈ ചോദ്യം ചോദിച്ചാൽ വിവേകമില്ലാത്തവനായ മുദ്രകുത്തല്ല, അവൻ അവിവേകിയാണ്, തീവ്രവാദിയാണെന്ന് പോലും പറഞ്ഞു. ഇവിടെ വിശ്വാസികളെ, സ്വർഗത്തിലേക്കുള്ള വഴി അടഞ്ഞു പോകരുത് എന്നാണ് കാരുണ്യത്തിന്റെ പ്രവാചകൻ നമ്മോട് സംസാരിക്കുന്നത്. ഇതിന്റെ പേരിൽ പണങ്ങണോ? ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തുകൂടെ? ആളുകൾ ചോദിക്കണം, ഈ കാലത്തിന്റെ സ്വഭാവം അനുസരിച്ച് ഇത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോ സമൂഹത്തെ ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കണമെന്നാ. ഇങ്ങനെ പറയുമ്പോഴേ ആളുകൾ പഠിക്കുള്ളൂ. സഹോദരങ്ങളെ, ഇതെല്ലാം സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത് എന്ന് പറയുന്ന ആളുകളോട്, മനസ്സിൽ വിശ്വാസത്തോടെ അല്ല ഇത് ചെയ്യുന്നത് എന്ന് പറയുന്ന ആളുകളോട്, എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്ന ആളുകളോട് നമുക്ക് ഒന്നേ പറയാനുള്ളൂ: സമ്മർദ്ദം വരുമ്പോ മൗനിയാവുകയല്ല വേണ്ടത്. ഒരു കാര്യത്തെ വ്യക്തത വരുത്തേണ്ട ഒരു സമയത്ത് വ്യക്തത നൽകുകയാണ് വേണ്ടത്. ഈ ഒരു സന്ദർഭത്തിൽ തൗഹീദ് മറ്റുള്ളവർക്ക് കൂടി മനസ്സിലാക്കാൻ സന്ദർഭം ഉപയോഗിക്കുകയാണ് വേണ്ടത്. അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് വന്നാൽ, അല്ല ഇതെനിക്ക് പറ്റില്ലെന്ന് പറയാൻ പറ്റണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ട ഒരു സമയം, ഇസ്ലാമിന്റെ തുടക്കം. മക്കയിലെ മക്ക മുശ്രിക്കുകളിലെ പ്രമുഖർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, ഒരു വർഷം നീ ഞങ്ങളുടെ ആരാധ്യ വസ്തുക്കളെ കാണുമ്പോ ആരാധിക്കൊന്നും വേണ്ട, ഒന്ന് കയ്യൊന്ന് താഴ്ത്തുക, ഒന്ന് തലന്ന് കുലിക്കുക, ഇതൊക്കെ മതി. അടുത്ത വർഷം മുതൽ നിന്റെ ആരാധന ഞങ്ങൾ എല്ലാവരും ആരാധിക്കാൻ. അവർക്ക് നിലനിൽപ്പിന്റെ പ്രശ്നമായിരുന്നു. അത് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സന്ധിയുമായി വന്ന ഈ ജനതയോട് ഞാൻ മനസ്സിലൊന്നും വിചാരിക്കാതെ ഒന്നും അഡ്ജസ്റ്റ് ചെയ്താൽ പോലെ എന്ന് പ്രവാചകൻ തീരുമാനിച്ചില്ല. ഏറ്റവും സുന്ദരമായ ഖുർആൻ ഇറങ്ങി, ആയത്തിറങ്ങി. ഖുൽ, നബിയെ പറയുക, യാ അയ്യുഹൽ കാഫിറൂൻ, അല്ലയോ അവിശ്വാസികളെ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല. വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നില്ല. വലാ അന ആബിദും മാ അബദ്തും, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുവാനും പോകുന്നില്ല. വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്, ഞാൻ ആരാധിച്ചു വരുന്നതിനെ നിങ്ങളും ആരാധിക്കാൻ പോകുന്നില്ല. എത്ര ഗൗരവത്തില അള്ളാഹുവിന്റെ കൽപ്പന ഇറങ്ങിയത്. തീർന്നില്ല, ബാക്കി ആയത്തെന്താ? ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം. ഇതാകെ ബാധകുള്ളൂ എന്നറിയോ? നാളെ പരലോകത്ത് വിശ്വസിക്കുന്നവർക്ക്. അല്ലാഹുവിന്റെ അവസാന വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അന്ത്യപ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് വിശ്വസിക്കുന്നവർക്കാണ് ഈ തൗഹീദിന്റെ പാഠം ഉണ്ടാവേണ്ടത്. നോക്കൂ നിങ്ങൾ, ശിർക്ക് വരും, അത് വാക്കിലൂടെ പ്രവൃത്തിയിലൂടെ അറിഞ്ഞും അറിയാതൊക്കെ വരുന്ന റസൂലുള്ളാഹി പറഞ്ഞത്. അതുകൊണ്ടൊരു പ്രാർത്ഥന പഠിപ്പിച്ചു, അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക അൻ നുശ്രിക ബിക ശൈആ നഅലം. അറിഞ്ഞുകൊണ്ട് റബ്ബേ, ഞാൻ ചിലപ്പോൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ, ഇന്നാ നഊദു ബിക, ഞാനിതാ നിന്നോട് ശരണം തേടുന്നു. വനസ്തഗ്ഫിറുക ലിമാ ലാ നഅലം, അറിയാതെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതും പടച്ചോനെ എനിക്ക് പുറത്തു തരണം. നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ഒരു വാക്ക് മതി, ഒരു ഇടപെടൽ മതി, ഒരു സമ്മർദ്ദം മതി. നമ്മൾ ഇത്രയും കാലം കൊണ്ടു നടന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിൽ ശിർക്കിന്റെ അംശം വന്ന് റഹ്മാനായ റബ്ബ് പൊറുക്കാതെ കർമ്മങ്ങളെല്ലാം നിഷ്ഫലമായി പോകുന്നതിനെ നമ്മൾ ഭയപ്പെടണം. എങ്കിലേ നമുക്ക് സുരക്ഷിതമായി അല്ലാഹുവിന്റെ കോടതിയിൽ വിചാരണക്കെത്താൻ പറ്റൂ. നൈമിഷികമല്ലേ ഈ ദുനിയാവ്? ഇന്നല്ലെങ്കിൽ നാളെ അല്ലേ ഒരു തലവേദന. കഴിഞ്ഞ ദിവസം കേട്ടില്ലേ സഹോദരങ്ങളെ, 10-15 വയസ്സായ ഒരു മോൻ ഒരു തലവേദന വന്ന് തലച്ചോറിലേക്ക് മുഴുവൻ ബ്ലഡും അടിച്ചു കയറി മരണപ്പെട്ടു പോയില്ലേ? അല്ലാഹു അവന് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. ദീനിയായി ജീവിച്ചൊരു കുടുംബത്തിൽ അത്താണിയായി കടന്നു പോകുന്ന ഒരു മകനെ കുറിച്ച് 16-17 ഉള്ളവർ കടന്നു പോകുന്നത് ഈ വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടാണെങ്കിലോ, അതുകൊണ്ട് നാം മാത്രമല്ല
നമ്മുടെ അടുത്ത തലമുറയും കൂടി ചിന്തിച്ചുകൊണ്ട് അടിസ്ഥാനപരമായ വിശ്വാസങ്ങളിൽ കറമ്പരളാതെ അള്ളാഹുവിന്റെ ദീനിനെ ശരിയാവണ്ണം മനസ്സിലാക്കി ഉൾക്കൊള്ളുന്നവരായി നമുക്ക് മാറാൻ സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വെള്ളിയാഴ്ച ഏറെ ശ്രേഷ്ഠമാണ്, ഏറെ പ്രതിഫലാർഹമാണ്, പ്രതീക്ഷയുള്ളതാണ്. പക്ഷെ പലപ്പോഴും പിശാച് നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നത് ഈ ദിവസത്തെ നമുക്ക് കാണാൻ പറ്റും. അത് പിശാച് പല തിരക്കുകളാണ് നമ്മോട് സംസാരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ചില ക്ഷീണോ ഒക്കെ ആയിരിക്കും സംസാരിക്കുക. റസൂൽ പറയണേ, ഇന്ന യൗമൽ ജുമുഅ സയ്യിദുൽ അയ്യാം. ഒരാഴ്ചയിലെ ദിവസങ്ങളുടെ നേതാവാണ് യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇന്ന മിൻ അഫ്ളലി അയ്യാമിക്കും, ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠത യൗമുൽ ജുമുഅക്കാണ്. അതിന്റെ ഒരു ശ്രേഷ്ഠതയെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞ എന്താണെന്നറിയുങ്ങളെ, വെള്ളിയാഴ്ച മരണപ്പെട്ടവർക്ക് ഖബർ ശിക്ഷയിൽ നിന്ന് സംരക്ഷണം ഉണ്ടാവുന്ന മാമിൻ മുസ്ലിമിൻ യമൂതു യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ഒരാൾ മരണപ്പെട്ടു, ഔ ലൈലത്തുൽ ജുമുഅ, വെള്ളിയാഴ്ചയുടെ രാത്രി മരണപ്പെട്ടു, ഇല്ല വഫാഹുല്ലാഹു ഫിത്നത്തുൽ ഖബർ, അവൻ വിശ്വാസിയാണെങ്കിൽ അവനെ ഖബറിന്റെ ഫിത്നയിൽ നിന്ന് അള്ളാഹു സുരക്ഷിതമാക്കും. അത്ര ശ്രേഷ്ഠത ഉണ്ട്. ആദനബിയുടെ ചരിത്രം വിശദീകരിക്കുന്നിടത്ത് ആദനബിയെ സൃഷ്ടിച്ചതും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതും ഒക്കെ പറയുന്നത് വെള്ളിയാഴ്ചയെ കുറിച്ചാണ്. ഒന്നുകൂടി ആ ഹദീസിൽ കാണാൻ പറ്റും, ലാ തഖൂം സഅ ഇല്ലാ ഫീ യൗമിൽ ജുമുഅ, ഖിയാമത്ത് നാൾ സംഭവിക്കുക വെള്ളിയാഴ്ചയാണ്. ആ ഹദീസിന്റെ ബാക്കി എന്താണെന്നറിയോ, മനുഷ്യരും ജിന്നുകളും ഒഴികെ ബാക്കി എല്ലാവർക്കും ഈ വെള്ളിയാഴ്ച ഖിയാമത്ത് നാൾ സംഭവിക്കുമോ എന്ന പേടി ഉണ്ടാവുന്നതാണ്. മറ്റൊന്നെന്താണെന്നറിയുന്നത്, ഇതിന് ശ്രേഷ്ഠത ഫീ സഅ, ഇതിനൊരു സമയമുണ്ട്. അത് ഒരു മുസ്ലിമിന് ഒത്തു വന്നാൽ യസ്അലുല്ലാഹു തആല ശൈഅൻ അഅതാഹു ഇയ്യാഹു, അല്ലാഹുവോട് ഒരാൾ ചോദിച്ചാൽ അപ്പൊ ഉത്തരം കിട്ടുന്ന സമയമില്ല. ഇത്രമാത്രം പവിത്രതയും ശ്രേഷ്ഠതയും ഉള്ളതാണ് വെള്ളിയാഴ്ച. അതുകൊണ്ട് സഹോദരങ്ങളെ, വെള്ളിയാഴ്ച കുളിക്കുന്നതിന് പ്രത്യേകതയുണ്ട്, സുഗന്ധം പൂശുന്നതിന് പ്രത്യേകതയുണ്ട്, നല്ല വസ്ത്രം ധരിച്ച്. ഇത് ജീവിതത്തിൽ എനിക്ക് ഈ ഒരു ആഴ്ചയിൽ ഇനിയിപ്പോ എന്ത് കഴിഞ്ഞു, അടുത്ത വെള്ളിയാഴ്ച വരെ നമ്മൾ ഉണ്ടാകുന്ന ഒരു ഉറപ്പില്ല, എന്താ സംഭവിക്കാന്ന് ഒരു ഐഡിയ ഇല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഈ ദിവസത്തെ ഒന്ന് നമ്മൾ ബഹുമാനിക്കണം. പലപ്പോഴും നമ്മളൊന്ന് വിചാരിച്ചാൽ നമുക്ക് നേരത്തെ എത്താൻ പറ്റും. ഒന്ന് വിചാരിച്ചാൽ, ഒന്ന് മനസ്സ് വെച്ചാൽ, ഒരു ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നിടത്തൊന്ന് ക്രമീകരണം വരുത്തിയാൽ, കടയിൽ നിന്ന് ഇറങ്ങുന്നിടത്തൊന്ന് ക്രമീകരണം വരുത്തിയാൽ നമുക്ക് നേരത്തെ വരാൻ പറ്റും. അത് ഒരു ഇമാമ മിമ്പറിൽ കയറി സലാം പറയുന്നതിന് മുമ്പ് പള്ളിയിൽ എത്തുക എന്നത് പ്രവാചകൻ പഠിപ്പിച്ചതാണ്. മലക്കുകൾ പോലും അവരുടെ കർമ്മരേഖ മടക്കി വെച്ച് കേൾക്കാനിരിക്കുമെന്ന്. പിന്നെ പറഞ്ഞെന്താണെന്നറിയാം, ഒന്നും മിണ്ടാൻ പാടില്ല, ഒരക്ഷരം മിണ്ടാൻ പാടില്ല. പലപ്പോഴും നമ്മൾ അറിവില്ലായ്മ കൊണ്ടാവും സലാം പറയുന്നു, മടക്കുന്നു, പുഞ്ചിരിക്കുന്നു, കൈ കൊടുക്കുന്നു, മൊബൈലിലേക്ക് നോക്കുന്നു, അല്ലേ? അറിവില്ലായ്മ കൊണ്ടായിരിക്കാം. സഹോദരങ്ങളെ, ഇത് പിശാച് ഇവിടെ തന്നെ നമ്മുടെ അമ്മയിൽ അങ്ങോട്ട് പൊളിച്ചിട്ട് നമ്മളുടെ ഇറക്കണം. അവന് കീഴ്പ്പെട്ടുകൂടാ. ഒതു എടുത്തതിനുള്ളിൽ കയറിയ ഒരാളെ പിശാച് കീഴ്പ്പെടുത്തുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം. ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് അമ്പെ പരാജയപ്പെട്ടു എന്നാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മുമ്പിലുള്ള ഒരു കല്ല് പെറുക്കുക, ആ നൂലുമ കളിക്കുക, അതുപോലും പാടില്ല. മാത്രല്ല റസൂൽ പറഞ്ഞു, പിന്നിലിരിക്കുക എന്ന് പറഞ്ഞാൽ ഓനെ ജീവിതത്തിൽ തന്നെ പിന്നിലാക്കുന്ന അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. അപ്പൊ എപ്പോഴും പല ബുദ്ധിമുട്ടുള്ള ആളുകളായിരിക്കും. അവരെ കുറിച്ച് എല്ലാവർക്കും ഒന്നാൾക്ക് അറിയാലോ. അതല്ല ഞാൻ പറയുന്നത്.
എന്നാൽ വന്നവർ സഫ് പൂർത്തിയാക്കി 1, 2, 3 സഫുകൾ അങ്ങനെ പൂർത്തിയാക്കിയിരിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ മര്യാദ. മുന്നിലേക്ക് ഇരിക്കുക എന്നതാണ്. മറ്റൊന്നെന്തെന്നറിയോ, വേറെ വർത്തമാനമൊന്നുമില്ല. നമ്മൾ എത്ര വലിയ ആൾക്കാരാണെങ്കിലും പള്ളിയിൽ വന്നാൽ അത് ആ നിയമപ്രകാരം തന്നെ ആയിരിക്കണം. നമുക്ക് എത്ര വലിയ ഉത്തരവാദിത്തം ഉണ്ടെങ്കിലും അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളൂ. പിന്നീട് നമുക്ക് എന്താ ചെയ്യാനുള്ളത്? ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലാം. 10 മിനിറ്റ് കൊണ്ട് 10 എണ്ണം ചൊല്ലിക്കൂടെ? സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യാം. നമുക്കറിയാവുന്ന ഖുർആൻ ആയത്തുകളൊന്ന് തജ്വീദോട് കൂടി പാരായണം ചെയ്യാം. ഹിഫ്ള് നോക്കാം, മനസ്സൊരുങ്ങി പ്രാർത്ഥിക്കാം, അദ്കാറുകൾ ചൊല്ലാം. സഹോദരങ്ങളെ, ഇവിടെ ഇറങ്ങുമ്പോ ഏറ്റവും പരിശുദ്ധനായി മരണപ്പെട്ടു പോയാൽ ഈ ദുനിയാവിൽ ചെയ്ത മുഴുവൻ തെറ്റുകുറ്റങ്ങളും പുറത്തു തരാൻ അന്ത പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ജുമുഅയുടെ ഫള്, ശ്രേഷ്ഠത ഒന്നുപോലും എനിക്ക് നഷ്ടപ്പെട്ടു കൂടാ എന്ന് നമ്മൾ തീരുമാനിക്കണം. അതിലൊന്നും നഷ്ടപ്പെടില്ല. ഞാനിപ്പോ ഒരു ഇബാദത്തിലാണ്. ആ മുഅദ്ദിനങ്ങ് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഇമാം അങ്ങ് കയറിയോടെ കൂടുതൽ സ്റ്റാർട്ടായി. അവിടുന്ന് അങ്ങോട്ട് സലാം വീട്ടുന്നത് വരെ ഇതിന്റെ എല്ലാ അച്ചടക്കവും എല്ലാ ദീനിയായ പ്രവർത്തനങ്ങളും എന്നിൽ നിന്ന് ഉണ്ടാകുമെന്ന് തീരുമാനിക്കാൻ നമുക്ക് പറ്റണം. അങ്ങനെ ഇബാദത്തിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോൾ സഹോദരങ്ങളെ, ഒരു വല്ലാത്ത മനസ്സ്